ദായിൽ ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, പൂഴിങ്കുന്ന്, ആലത്തിയൂർ. നമസ്കാരം, ബെറ്റർ ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾഡ് തിരൂർ. ശുദ്ധികർമ്മത്തിന്റെ കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്ന് സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണങ്ങളിൽ സമൂഹം ഒറ്റക്കെട്ടായി നിന്നു. സമൂഹത്തെ സഹജീവി സ്നേഹത്തിലൂടെ ഒരുമിച്ച് നിൽക്കാനും റമദാൻ നമ്മെ പഠിപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഏറ്റവും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ റമദാൻ മാസത്തിന്റെ നോമ്പുകാലമൊക്കെ പൂർത്തിയാക്കി ചെറിയ പെരുന്നാളിന്റെ ആഘോഷവേളയിലേക്ക് കടന്നിരിക്കുകയാണ്. നമുക്കറിയാം, നോമ്പുകാലത്ത് നമ്മൾ ഒരു ശുദ്ധീകരണത്തിന്റെ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. പ്രാർത്ഥനയിലൂടെ, ആത്മശോധനയിലൂടെ, ഉപവാസത്തിലൂടെ ഒക്കെ നമ്മൾ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കുകയും അതോടൊപ്പം നമ്മുടെ സമൂഹത്തെ ആകമാനം തന്നെ സാഹോദര്യത്തിലൂടെ, സഹജീവി സ്നേഹത്തിലൂടെ, കൃത്യമായ അവബോധ നിർമ്മാണത്തിലൂടെയൊക്കെ നമ്മൾ ശുദ്ധീകരിക്കുകയും ചെയ്ത, അതിനുവേണ്ടി നമ്മളെല്ലാവരും ജാതിമത വർഗഭേദമന്യേ ഒരുമിച്ച് നിന്ന ഒരു നോമ്പ് കാലഘട്ടമാണ് കടന്നുപോയത്. നമ്മുടെ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ലഹരിയുടെ തെറ്റായ പ്രവണതകൾക്കെതിരെ നമ്മൾ കൃത്യമായ ഒരു ബോധവൽക്കരണ പ്രോഗ്രാമുകൾ, നമ്മുടെ ഇഫ്താർ സംഗമങ്ങൾ, നമ്മളുടെ പള്ളികളിലെ സംസാരങ്ങൾ, അതൊക്കെയും കൃത്യമായിട്ടൊരു പ്രതിരോധ പ്രവർത്തനങ്ങളായിട്ട് മാറിയ ഒരു കാലഘട്ടമാണ് കടന്നുപോയത്. സോ ഇന്ന് ഈ ചെറിയ പെരുന്നാളിന്റെ ആഘോഷവേളയിൽ എത്തുമ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു മാസം നമ്മൾ നേടിയെടുത്ത ആ ഒരു ശുദ്ധീകരണ പ്രക്രിയ, നമ്മുടെ നാട്ടിൽ നമ്മൾ വളർത്തിയെടുത്ത ഒരു അവബോധം, അതൊക്കെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാന്, പൂർണ്ണമായിട്ടും ലഹരി വിരുദ്ധമായ സാഹോദര്യത്തിന്റെ, സഹജീവി സ്നേഹത്തിന്റെ മൂല്യങ്ങളിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുവാന് നമുക്ക് മുന്നോട്ട് പോകാം. അതിനുള്ള മനോഹരമായ ഒരു ഊർജ്ജമായിട്ട് ഈ ചെറിയ പെരുന്നാൾ മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഏറ്റവും ഹൃദയത്തിന്റെ ഭാഷയിൽ പെരുന്നാൾ ആശംസകൾ നേരുന്നു. നന്ദി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.